വഴിയറിയാതെ ഉഴറുന്ന പ്രതിസന്ധിഘട്ടങ്ങളിൽ സത്യത്തിന്റെ ദീപശിഖയുമായി എന്നും മുസ്ലിം ഉമ്മത്തിന് മുന്നിൽ നടന്നത് അറിവുള്ളവരായിരുന്നു. കേരള മുസ്ലിം ചരിത്രത്തിന്റെ ഇടനാഴികളിലും മതപരവും രാഷ്ട്രീയവും വൈജ്ഞാനികവുമായ നേതൃസ്ഥാനം അലങ്കരിച്ചിരുന്നത് ഇസ്ലാഹിന്റെ ദീപ്തി ഹൃദയത്തിൽ കത്തിച്ചുവച്ച മഹാപണ്ഡിതന്മാരായിരുന്നു. ഈ മഹിത പാരമ്പര്യത്തിന്റെ നേരവകാശികൾ ആരെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ. 2013 ചെറുകരയിലെ വാടകയ്ക്കെടുത്ത ഒരു ആശുപത്രി കെട്ടിടത്തിൽ ആരംഭിച്ച ജാമിയ 2014 മിനി ഊട്ടിയിലെ പണിപൂർത്തിയാകാത്ത കെട്ടിടത്തിലേക്ക് മാറി. 2015 ജാമിയയ്ക്ക് സ്വന്തമായി ഒരു കെട്ടിടം നിലവിൽ വന്നത്. അന്ന് തുടങ്ങിയ ജൈത്രയാത്ര ഇന്ന് മിനി ഊട്ടിയിലും പാണക്കാടുമായി അഭിമാന പുരസ്സരം തലയുയർത്തി നിൽക്കുന്ന 2 പ്രവിശാലമായ ക്യാമ്പസുകളിൽ എത്തി നിൽക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളുമായി 700ഓളം വരുന്ന വിദ്യാർത്ഥി സമൂഹം നിലവിൽ ഇവിടെ വിജ്ഞാന സപര്യയിലാണ്. അറബി ഭാഷാ വൈദഗ്ധ്യം മുൻനിർത്തി രൂപകൽപ്പന ചെയ്ത മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പാഠ്യപദ്ധതി പിന്തുടരുന്ന 2 വർഷ മഅഹദുൽ ലുഗ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ അടിസ്ഥാന ഗ്രാഹ്യത നേടിയെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന 3 വർഷ കുല്ലിയ, ആഴത്തിൽ ഗവേഷണാത്മക പഠനം സാധ്യമാക്കുന്ന 2 വർഷ തഖസ്സുസ്, ഈ 3 ഘട്ടങ്ങളിലായാണ് ജാമിയയിൽ പഠനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ +2 ഡിഗ്രി PG എന്നിവയും വിദ്യാർത്ഥികൾ പൂർത്തീകരിക്കുന്നു. ഈ ഒരു 7 വർഷ പഠനകാലയളവിൽ ചുരുങ്ങിയത് ഖുർആനിൽ നിന്ന് 14 ജുസും 300ഓളം ഹദീസുകളും ഒരു വിദ്യാർത്ഥി മനഃപ്പാഠമാക്കുന്നു. ഫിഖ്ഹുൻ നിസാ പോലുള്ള സ്ത്രീ കേന്ദ്രീകൃത വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള പാഠ്യപദ്ധതിയാണ് വനിതാ ക്യാമ്പസിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ശൈശവദശ പിന്നിടുന്ന ഈയൊരു കാലയളവിനുള്ളിൽ തന്നെ പ്രബോധന വീതിയിലും വൈജ്ഞാനിക രംഗത്തും നേതൃപരമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന യുവനിരയെ സജ്ജരാക്കുവാൻ ജാമിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുസ്ലിം കൈരളിക്ക് അഭിമാനിക്കാം. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹവും അനേകായിരങ്ങളുടെ പ്രാർത്ഥനയും അധ്വാനവും തന്നെയാണ് ഇതിനു പിന്നിൽ. മെയിൻ ക്യാമ്പസിന് പുറമെ തിരുവനന്തപുരം, സേലം എന്നിവിടങ്ങളിൽ ജാമിയയുടെ മേൽനോട്ടത്തിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ പുണ്യസൂക്തങ്ങൾ ഹൃദയത്തിൽ കുത്തിവെക്കണമെന്ന അഭിലാഷവുമായി 4-ാം വയസ്സിൽ ജാമിയയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ പടികടന്നുവരുന്ന കുരുന്നുകൾ മുതൽ വിശ്രമജീവിതം നയിക്കേണ്ട തങ്ങളുടെ 80കളിലും ദീൻ പഠിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹവുമായി അത്തദാറുക്കിൻ്റെ സെന്ററുകളിൽ മുടങ്ങാതെ എത്തുന്ന പഠിതാക്കളും ചേർന്നതാണ് ജാമിയ കുടുംബം. ശരിയായ സ്രോതസ്സിൽ നിന്നും ദീൻ പഠിക്കണമെന്നാഗ്രഹിക്കുന്ന ആർക്കും ഇവിടെ ഒരു ഇടമുണ്ട്. 2014 4 സെന്ററുകളിൽ നിന്ന് ആരംഭം കുറിച്ച സ്കൂൾ ഓഫ് ഖുർആൻ 10 വർഷം പിന്നിടുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 36 പ്രാദേശിക സെന്ററുകളും 2 റെസിഡൻഷ്യൽ സെന്ററുകളും 2500ഓളം വിദ്യാർത്ഥികളുമായി ജൈത്രയാത്ര തുടരുന്നു. പ്രീ സ്കൂൾ മുതൽ 5ാം തരം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമേ രക്ഷിതാക്കൾക്കായി തയ്യാറാക്കിയ ഇസ്ലാമിക് ലേണിംഗ് മൊഡ്യൂൾ വഴി 5000ഓളം രക്ഷിതാക്കളും ഈ പഠന സംവിധാനത്തിൻ്റെ ഭാഗമായിത്തീരുന്നു. പ്രാദേശിക സെന്ററുകളിൽ നിന്നും 5ാം ക്ലാസ്സിനു ശേഷം തെരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച വിദ്യാർത്ഥികൾക്കായുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസും ഇതിനു കീഴിൽ പ്രവർത്തിച്ചുവരുന്നു. ഈ വർഷം പുതിയ റെസിഡൻഷ്യൽ ക്യാമ്പസ് മഞ്ചേരി പയ്യനാട് സ്ഥാപിതമായി എന്നത് സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ യാത്രയിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ്. പ്രായഭേദമന്യേ ഏതൊരാൾക്കും ദീനീ വിജ്ഞാനം കരഗതമാക്കാനുള്ള അവസരങ്ങൾ ജനകീയമാക്കിക്കൊണ്ട് 2019 ജാമിയ ആരംഭിച്ച അത്തദാറുക്ക് എന്ന സംവിധാനം 400-ൽ പരം പഠിതാക്കളുമായി 16 സെന്ററുകളിൽ കേരളത്തിനകത്തും പുറത്തുമായി മുന്നോട്ട് ഗമിക്കുന്നു. 2018 ജാമിയയുടെ കീഴിൽ ഔദ്യോഗികമായി ഹിഫ്ള് സംവിധാനം ആരംഭിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പഠനപാതയിൽ വ്യവസ്ഥാപിത മാതൃകകൾ കാഴ്ചവെച്ചുകൊണ്ട് ഹിഫ്ള് പഠന സംരംഭങ്ങളെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി 2020 അൽ ഹിന്ദ് ഖുർആൻ അക്കാദമി തുടക്കം കുറിച്ചു. 3 സ്ഥാപനങ്ങളും 200ഓളം വിദ്യാർത്ഥികളുമായി ജൈത്രയാത്ര തുടരുന്ന അക്കാദമിയിൽ നിന്നും ഇതിനകം 40ഓളം ഹാഫിളുകൾ പുറത്തിറങ്ങി. അങ്ങനെ ചെറുതെങ്കിലും ഒരു വ്യാഴവട്ടക്കാലം നീണ്ടുനിന്ന സംഭവബഹുലമായ ജാമിയയുടെ യാത്ര ഇവിടെ എത്തി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ജാമിയ നമ്മുടേതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ കാണുന്ന ജാമിയയ്ക്ക് നമ്മോട് പറയാനുള്ളത് ഇതാണ്: വർത്തമാനത്തിൻ്റെ ജാലക തിരശ്ശീലകൾ വകഞ്ഞുമാറ്റി നിങ്ങൾ നോക്കുമ്പോൾ
സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നിർണായക വഴിത്തിരിവുകളിൽ ആത്മീയമായും ഭൗതികമായും നേതൃത്വം നൽകാൻ കെൽപ്പുള്ള ആദർശനിഷ്ഠരായ കർമ്മനിരതരായ ഒരുപറ്റം ജാമിഅ സന്തതികൾ നമുക്ക് ദിശാബോധം നൽകാൻ മുൻനിരയിലുണ്ടാകും. നിങ്ങളുടെ ആത്മാർത്ഥ പ്രാർത്ഥനകളിൽ ഈ ജ്ഞാനഗേഹവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ.